മോക്കറിയാവോ? കല്യാണിയൊക്കെ അറിയാമായിരുന്നോ? ഞാൻ ഇവിടുന്ന് മിക്കപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെന്നാ പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ ഞാൻ രാത്രി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ്, നൈറ്റ് അല്ല ഈവനിങ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ 9 മണിയൊക്കെ ആവും ഞാൻ വരുമ്പോ. ആ സമയത്തൊക്കെ അവൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. എന്റെ അടുത്തായാലും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എവിടെയാ ജോലിക്ക് വന്ന മോള്? ഞാൻ വെൽക്കെയറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന. ഇപ്പൊ നിർത്തിയേക്കുവാ. എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ചേരം ബ്രേക്ക് എടുത്തേക്കുവായിരുന്നു. ഈ വിഷയം അറിഞ്ഞപ്പോ എന്നാ തോന്നി? ഞാൻ എത്തിപ്പോയി. ഞാൻ ആ ദിവസമാണ് ഇവിടെ എത്തിയത്. അന്നത്തെ ദിവസമാണ് ഇവിടെ എത്തിയത്. അനിയന് ഇപ്പൊ വെക്കേഷൻ ആയ കൂടി ഇവിടെ നിൽക്കാൻ വന്നില്ലായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങ് വന്നായിരുന്നു. അവള് മരിക്കണേന്റെ ആ ദിവസം. അപ്പൊ ഞങ്ങൾ ആദ്യമേ കൊച്ചിനെ കാണേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മള് എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ പ്രശ്നമൊന്നും. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ രാത്രി ഞങ്ങൾ ന്യൂസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ബോഡി ഞങ്ങളെപ്പോഴും കാണാണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴും ബസ് സ്റ്റോപ്പ് അവിടെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നിന്നു. പിന്നെ പുഴ ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, വെള്ളത്തിയിട്ട് പോയി കാണൂല എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളൊക്കെ ഇരുന്നത്. പിന്നെയാണ് നമ്മൾ ബോഡി എടുക്കണ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോയത്. ഒട്ടും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞങ്ങളായാലും ഇതൊക്കെ സ്വപ്നമാന്നുള്ള രീതിയിൽ ഓർത്തോണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇതായി പോയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിഷമായി. അങ്ങനെ നമ്മൾ കിട്ടൂന്നുള്ള ഒരാളെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമായി പോയായിരുന്നു. പിന്നെ ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴായാലും നമുക്ക് ഭയങ്കര ഷോക്കായി. അത് സന്ധ്യ അറിയായിരുന്നോ? സന്ധ്യ ചേച്ചീനെ ഞാൻ ഇവിടെ വരുമ്പോ കാണാറുണ്ട്. ഇങ്ങനെ തുണി അലക്കി വിരിക്കണതും അടിച്ചു വാരണ അങ്ങനെയൊക്കെ ഞാൻ കാണാറുള്ളൂ. അല്ലാണ്ട് എന്നോട് ഇതുവരെയായിട്ടും മിണ്ടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. ചേച്ചിമാരോട് മിണ്ടാറുണ്ടോ എനിക്ക് അറിയത്തില്ല. അവിടെ പരിപാടിക്കായാലും ഒന്നും വന്നിട്ടുമില്ല. ജസ്റ്റ് ഇങ്ങനെ തുണി അലക്കുമ്പോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണണേ ഉള്ളൂ. ഞങ്ങളൊക്കെ മുറ്റത്ത് ഇറങ്ങുവാണെങ്കിൽ വല്ല അടിച്ചു വരണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണും. അല്ലാതൊന്നും കാണാറൊന്നുമില്ല. ഇത് ഇപ്പം മറ്റൊരു വിഷയം അറിഞ്ഞല്ലോ, വാർത്ത അറിഞ്ഞല്ലോ. ഇതറിഞ്ഞപ്പോ എന്നാ തോന്നി? ആ ചേട്ടൻ ചെയ്യൂന്ന് നമുക്ക് ആദ്യമേ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഭയങ്കര വലിയ ഷോക്കായി. കാരണം അങ്ങനത്തെ ഒരു ആളാന്ന് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ആളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്ക് ശിക്ഷ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ തന്നെ കിട്ടണം. കാരണം കൊച്ചല്ലേ അത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പിള്ളേർ. നമ്മുടെ കുട്ടികളെയൊക്കെ സുരക്ഷിതമല്ലെന്ന് മനസ്സിലാവുന്നല്ലേ? നമ്മളെ ചിന്തിക്കുന്ന പോലെ അല്ല ലോകം അല്ലേ? കൊച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെ അമ്മാവന്മാരൊക്കെ ഉണ്ട്. എന്റെ അമ്മയുടെ ആങ്ങളമാരെ വരെ. അപ്പൊ നമുക്ക് ആ അമ്മാവെന്നൊക്കെ പറയുമ്പോ നമ്മളെ അച്ഛന്റെ ഒക്കെ രീതിയിൽ തന്നെയല്ലേ അവരൊക്കെ കാണുന്നത്. അപ്പൊ ആ ചേട്ടൻ ആ കൊച്ചിനോട് അങ്ങനെ ചെയ്യുന്നത് ഇതായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോ പിന്നെ ദേഷ്യായി നമുക്കൊക്കെ. എന്നോട് വന്നേക്കും പറഞ്ഞു, ചേട്ടൻ എങ്ങനെയെങ്കിലും സുഭാഷിനെ ഒന്ന് അറിയിക്കണം. സുഭാഷ് 2-3 ദിവസം കൊണ്ട് ഉറക്കക്ഷീണം കൊണ്ട് അവൻ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി ഒരു 10:15 പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ആരെങ്കിലും പറയണമെന്ന് പറഞ്ഞ് ഇവിടെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ആരും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടും പറഞ്ഞ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് കാണിച്ചാണ് പറയണേ, ഇങ്ങനെ ഒരു കേസാണ്, അവനോട് ഈ അനിയൻ ഇങ്ങനെ റേപ്പ് ചെയ്തതെന്ന് പറയണേ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ് ഞാൻ പറയണ്ടെന്ന് ആലോചിച്ചെന്നാ. അപ്പോൾ ന്യൂസുകാർ കണ്ട് പറയണതിന് മുമ്പ് ഞാൻ കാലത്ത് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചു. അത് പറഞ്ഞ് ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, അതൊരു രഹസ്യം പോലീസുകാർ എന്നെ ഏൽപ്പിച്ചേക്കണ ഒരു കാര്യമാണ്, നിന്നോട് സാവകാശം പറയാനാണ് പറഞ്ഞേക്കണേ. നീ ഒരു കാരണവശാലും മൈൻഡ് ദേഷ്യം അങ്ങനെയുള്ള കാര്യം കൂളായി തന്നെ ഇത് കേൾക്കണം. ഞാൻ പറയാൻ പോണ കാര്യം ഇച്ചിരി കട്ടിയുള്ള കാഠിന്യമുള്ള കാര്യമാണ്. എൻ്റെ അനിയനൊന്നും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എടാ കൊച്ച് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നേക്കണ കാരണമാണ് ശ്രുതിനെ പിടിച്ചോണ്ട് പോയേക്കണം, ചെയ്തേക്കണ ശ്രുതിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അവനാകെ വയലൻ്റായി, അവൻ വിശ്വസിച്ചില്ല. അവിടെ ഞാൻ പറഞ്ഞു, എടാ എന്നെ കുഞ്ഞാനെ നുണ പറയാം, എന്നെ കുഞ്ഞാനെന്ന് വിളിക്കണം, കുഞ്ഞാനെ അത് നുണ പറയണതാണ്, അങ്ങനെ അവൻ ഒരിക്കലും ചെയ്യില്ല എന്നും പറഞ്ഞ് അവൻ എന്നോട് അതും ഇതൊക്കെ പറഞ്ഞു. ചീത്ത പറയണ അല്ല, എന്നോട് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ അതും ഇതൊക്കെ, കുഞ്ഞാൻ ഒരു കാരണവശാലും ഞാനത് വിശ്വസിക്കില്ല, കുഞ്ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, അവരുടെ വീട്ടുകാരെന്തെങ്കിലും ചെയ്തിട്ട് അത് ഒപ്പിച്ച് വെച്ചേക്കണമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എടാ അല്ല, അവൻ സത്യം സമ്മതിച്ചു. അവൻ സമ്മതിച്ച കാരണം ഇത് പോലീസുകാർ അവനെ വിടാത്തത് എന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞ്
പിന്നെ ഞാൻ പറഞ്ഞു അന്ന് ഒരു പണി ചെയ്യ്, നീ ഇവിടെ വന്ന് അപ്പം ചാനലുകാർ കുറേ പേര് വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇനി ചാനലുകാർക്കൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു, അവനിപ്പോൾ മാനസികാവസ്ഥ വളരെ മോശമാണ്, അത് കാരണം നിങ്ങളാരും അവനെ ശല്യം ചെയ്ത് അവനൊരു മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ അവിടെ പോയി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പണി ചെയ്യും, ചാനലുകാർ വരികയാണെങ്കിൽ എൻ്റെ കട്ടിലേക്ക് കയറി കിടന്നു, ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവിടെ കിടക്കണമെന്ന് പറഞ്ഞ് തിണ്ണയിൽ വന്ന് കിടന്നു. തിണ്ണയിൽ വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണ വിരുന്നിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ എലഞ്ഞിന്ന് വിരുന്നിന് പോകുമായിരുന്നു, പെങ്ങടെ കൊച്ചിൻ്റെ വിരുന്ന് കഴിയിലായിരുന്നു. അപ്പോൾ ആ വിരുന്നിന് ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ 5:30 അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവനെ അറിയിച്ച് ഈ സംഭവങ്ങളൊക്കെ അറിയിച്ചത്. ഞങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും. ഇന്ന് ഇപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സുധീനെ പോലീസുകാർ കൊണ്ടുപോയിട്ടില്ല. സുധിയോട് ചെല്ലാൻ പറഞ്ഞ ഇവിടെ കുറേ പോലീസുകാർ വന്നായിരുന്നു, അവൻ വാങ്ങാൻ ചെല്ലാൻ പറയും. ഇത് രാത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പോലീസുകാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ഫോണൊക്കെ പിടിച്ച് വെച്ചെന്നാണ് പറയണത്. വ്യക്തമായിട്ട് എനിക്കറിയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടാ ഫോൺ പിടിച്ച് വെച്ചേക്കുവാണ് ശ്രുതിയുടെ എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ഒരു 8 പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. 8 പോലീസുകാർ ആദ്യം 3 പേര് വന്ന്, അത് കഴിഞ്ഞ് പിന്നെ ആളുകൾ വന്ന് പിന്നെയും പോന്നു. മൊത്തത്തിൽ ഏതാണ്ട് 8 പോലീസുകാരുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിൻ്റെ അണ്ടർവെയറും കൊച്ചിൻ്റെ ഡ്രസ്സും സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-3:15 ആയപ്പോഴത്തേക്കാണ് സർക്കിൾ വന്നായിരുന്നു. സർക്കിൾ നേരിട്ട് വന്നു. സർക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അണ്ടർവെയറും അവൻ്റെ പുതപ്പും അവൻ്റെ ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് പോയി. അപ്പം ഞങ്ങൾക്ക് ഇതെന്തോ കാര്യമുണ്ടല്ലോ എന്ന് മനസ്സിലായി. ഇതെന്തോ കാര്യമുണ്ടെന്ന് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാണ് രാത്രി 10 മണിക്ക് ഞങ്ങളോട് ഈ പോലീസുകാരൻ ശ്രുതി റേപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞ് സുഭാഷിനോട് പറയാൻ പറഞ്ഞു വന്നത്. അതാണ് ഉണ്ടായ സംഭവം. ഞങ്ങൾക്കൊന്നും വന്നിട്ടും ഒന്നും പിടികിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ പോലീസിന്റെ മർദ്ദനം കൊണ്ട് വല്ലതും ഞാൻ ചെയ്തെന്ന് സമ്മതിച്ചതായിരിക്കുമോ? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല സാറേ. അതായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു തെളിവുമില്ലാതെ പോലീസുകാരങ്ങനെ കൊണ്ടുപോകില്ല. ഒരാളെ വ്യക്തിപരമായിട്ട് ഒരാളെ പോലീസുകാർ കൊടുക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല പോലീസുകാർക്ക്. ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞിനോട് അടുത്ത് നിൽക്കുന്നതും അവനായിരുന്നു. ഈ കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തോന്നലൊന്നും ആർക്കും ഇവിടെ ഇല്ല. അവൻ ചെയ്തിട്ടുണ്ടെന്നോ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഷോക്കായിപ്പോയി ഈ സംഭവം കേട്ടിരുന്നത്. അങ്ങനെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ട് ഒരു പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതും ഞങ്ങൾക്കറിയില്ല. സന്ധ്യ അത് പറഞ്ഞാൽ വെളിപ്പെടുത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ സന്ധ്യ വെളിപ്പെടുത്തണ്ടേ? സന്ധ്യ അങ്ങനെയാണ് വെളിപ്പെടുത്തണമല്ലോ. സന്ധ്യ അങ്ങനെ ആരോടും പറയാൻ അതും പറയാൻ പറ്റില്ല. അതും നമുക്കറിയില്ല. അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. അമ്മ എത്ര ഇടപെടൽ വർത്താനൊക്കെ പറയാറുണ്ട് ഞാനിത് അമ്മ ഇല്ല. അത് മനുഷ്യരോട് കൊണ്ടുപോയില്ല. പരിക്കാരൊന്നും ഓർക്കുന്നില്ല. അത് ഈ മിക്ക അടിക്കാനും മാത്രം ആരും കൊണ്ടില്ല. അതിലൊക്കെ ഒരു മനുഷ്യരൊന്നും കിട്ടില്ല. അത് പോവുകയാണെങ്കിൽ അപ്പുറം ഒഴിച്ചേ പോകുള്ളൂ. അതിന് വീട്ടിൽ എല്ലാവർക്കും പോകാൻ അപ്പുറം കയറി പോകും. ഈ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോകും. ചേച്ചി അതിനെ പറ്റി പറയുന്നത് ചേച്ചിയുടെ അമ്മയാണ്. ചേച്ചിക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവും. നിങ്ങൾ നല്ല പയ്യനായിട്ട് മാർക്കറ്റ് വെച്ചിരുന്നു. രണ്ട് ഞെട്ടലായി. വീട്ടിൽ ബഹളവും പ്രശ്നമൊക്കെ ഉള്ളത് റോട്ടിട്ട് പോലെ നമ്മളെ കൂടെ സാറ് നമ്മളൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് പോകാം. എൻ്റെ ചെറുപ്പകാലത്ത് കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ സുഭാഷ് അവൻ ചെറുതെന്തെങ്കിലും കഴിഞ്ഞ് വീട്ടിൽ കഴിച്ചാൽ അവര് 5:30 കഴിഞ്ഞ് വീട്ടിൽ കയറിയ പിന്നെ അവൻ പുറത്തു ഇല്ല. അവൻ അവിടെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേ പോകില്ല. വീട്ടിൽ ഞാൻ കസേര ഇരുന്നപ്പോൾ കാല് സുഭാഷ് കയറ്റി വെച്ച് അവിടെ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യവും ഇല്ല. ഒരു ശല്യം ആരോടും അങ്ങനെ മോശമായിട്ട് വർത്താനം പറയുക ഒന്നും ചെയ്യില്ല. കാര്യം ആളെ കണ്ടാൽ വലിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പോലും അവർ ഇന്നോട് മറുപടി പോലും പറയില്ല. ഞാൻ അടുത്ത് സുഹൃത്തും ബന്ധുക്കളും ഒക്കെ. അല്ല, ശരിയായിട്ടും ആ കുഞ്ഞിനെ സന്ധ്യയുടെ കൂടെ കിടത്തി ഉറക്കേണ്ട കുഞ്ഞായിരുന്നു. അത് ചെയ്യാതിരുന്ന് പിന്നെ നമ്മൾ ചാനലുകളിൽ കാണിക്കുന്നത് അത് നമുക്കറിയില്ല. ആ അങ്ങനെ സംഭവമായിട്ട് നമുക്കാർക്കും അറിയില്ല. പിന്നെ അത് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. സന്ധ്യയുടെ കൂടെയാണോ കിടന്നുറങ്ങുന്നത്? സന്ധ്യയുടെ കൂടെ സുഭാഷ് പറയാറ്. അത് ഈ കഴിഞ്ഞ
പാല് കുടിച്ചാണ് കിടക്കുന്നത്. അത് ശരി. അത് നിങ്ങളോട് പറയും. അത് പറയാൻ കാരണം എന്താ ആ ഈ കൊച്ചി ഞാൻ പറയുന്നത് എടി നീ ഓർമ്മത്തിന് ഒരു മറുപടി ഓർമ്മത്തിന് ഇതിനും കൊണ്ട് ഒരു മറുപടി ഞങ്ങൾ പറയാറുണ്ട്. അന്നേരം അവള് അമ്മോട് ചോദിച്ചിട്ട് വരെയൊക്കെ പറഞ്ഞു ഓടിയിട്ട് അവളെ പറയാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയണ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാനാ പറയാറ് അതിന് ഇതിന് ഓർമ്മത്തിന് എടുക്കും. ഇവിടെ രണ്ടെണ്ണല്ലേ ഇവിടെ ഇത് ഇരട്ടയാന്നവര്. അത് ശരി. ഇങ്ങോട്ട് ഓടി വരുന്നത് കൊച്ചുങ്ങളെ കാണാം. കല്യാണി വരും. ഇതങ്ങനെയൊന്നും വരില്ല. ഇവന്റെ കൂടെ വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. പിന്നെ ഓടി വരും. അതുപോലെ ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ മനസ്സിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഞങ്ങൾക്കാണ്. ആ കൊച്ചിന്റെ മുഖം തിരിച്ചു പോകും. ഞാനൊരു ബോഡി വീട്ടിൽ കാണിച്ചില്ല. ഞാൻ പിന്നെ മശാനത്തിൽ പോയിട്ട് ഇനി അവസാനം ഇടുന്നതെന്ന് കണ്ടാക്കാൻ നോക്കുന്നത് എനിക്ക് കണ്ണീക്കൂടെ കണ്ണീര് വരികയാണ്. അത് കാരണം ഞാൻ വീട്ടിലെ ബോഡി കാണാൻ നിന്നില്ല. ഞാൻ അങ്ങനത്തെ മശാനത്തിൽ വെച്ച് അവസാനം ഒന്ന് കയറി കണ്ട് അപ്പം തന്നെ ഇറങ്ങി പോകണം. അത്രയ്ക്ക് മാനസിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഈ 2 പിള്ളേർക്ക് എപ്പോഴും ഇരിക്കണം. ഓടി വന്നു ഇരുന്നത് ഇവിടെ കളിപ്പിച്ചോണ്ടിരിക്കും. അപ്പം തന്നെ ഓടിപ്പോവും. പിന്നെയും വരും. അങ്ങനെ രാത്രി 8:30 9 മണി വരെയൊക്കെ ഓടി പോവുകയും ചെയ്യും. ഇതല്ലേ വീട്. ഓടി വരും പോവും. സന്ധ്യ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമോ? സന്ധ്യ കഴിഞ്ഞ് വരെ വന്നിട്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ വിശേഷം ചോദിച്ചു കണ്ടെത്തും കരുതി. ഇവിടെ കൊച്ചിന്റെ പരിപാടി നല്ല അടിപൊളിയായിട്ട് ഞാൻ നടത്തിയത്. അപ്പൊ വിളിച്ചിട്ട് വന്നില്ല. സന്ധ്യ വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ വന്ന് കൂടി. അത് അങ്ങനെ ഒരു എന്താ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് അതിനെ പറ്റി അറിയാനും പാടാം. ഇത് കമ്പനി 7:30 വന്ന് പോകും. കമ്പനിയില് 5:30 ആകുമ്പോഴേ വരുള്ളൂ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കളിക്കാൻ പോകും. പുള്ളിക്ക് അവിടെ കണ്ട് കളിക്കൂട്ടുകാരൊക്കെ ഉണ്ട്. ആ കളിക്കാൻ പോകും. പിന്നെ വേറെ ഞങ്ങളായിട്ട് വേറെ ഇതൊന്നുമില്ല. വല്ല ഞായറാഴ്ച ദിവസമൊക്കെ ഇരുന്ന അത് ഇതിലൊക്കെ നടക്കണതാണ്. അത് കഴിഞ്ഞ പുള്ളിയുടെ പാട്ടിന് അതിലേക്കൊക്കെ പോകും. കുറെ നേരം അതിലേക്ക് കളിച്ചുകൊണ്ട് നടക്കണം. അതും ഇതൊക്കെ ചെയ്തുകൊണ്ട് മൂത്തവൻ ഈ പ്രതിയായിരിക്കുന്ന പുള്ളി മദ്യപിക്കത്തൊന്നുമില്ല. മദ്യപിക്കുമോ പ്രതിയായിരിക്കുന്നു? മദ്യപിച്ചതുവരെ ഞാൻ കണ്ടിട്ടില്ല. മദ്യപിക്കില്ല. സംഭവിച്ചത് ഒരു പിടിയും കിട്ടും. കുടുംബം നോക്കുന്ന ഈർക്കാൻ അവൻ മദ്യപിച്ച് കണ്ടിട്ടേ അവൻ മദ്യപിക്കില്ല. ഞാനും മദ്യപിക്കില്ല കേട്ടോ. ഈ അംഗനവാടി കൊണ്ടുവിടുന്നത് ആരാ? ചിലപ്പോ എന്റെ അനിയൻ കൊണ്ടുപോകും. അധികം എന്റെ അനിയനെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം യാത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി അംഗനവാടി ഇവിടെ കൊണ്ടുപോകും. അപ്പൊ പോരാ ഇവരെ രണ്ടുപേരോട് ഒന്നിച്ച് കൊണ്ടുപോകും. പിന്നെ താഴ്ത്തൊരു പയ്യുണ്ട്. അവൻ ഇടയ്ക്ക് വരികയാണെങ്കിൽ അവനും കൊണ്ടുപോകും. മജീഷ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ കയറി അവള് പോകും. അങ്ങനെ അത് പോയി വരികയും ചെയ്യും. വന്നത് മിക്കവാറും സന്ധ്യ ഉണ്ടല്ലോ. അവരൊക്കെ ജോലിക്ക് പോകണം. അവൻ ബാങ്കിൽ ഈ ക്യാമറ വയ്ക്കാൻ പോകണം. അതിന്റെ ഇനി തടി വെട്ടാം. തടിപ്പണി അവൻ തോന്നിട്ട് അവൻ തടിയെടുത്ത് വെട്ടാൻ വന്നോ. എല്ലാ സമയത്തും അവൻ പോകില്ല കൊണ്ടുവരാൻ. അപ്പൊ കൊണ്ടുവന്ന ആ സമയത്ത് ചിലപ്പോ മീന് പോയി വിളിച്ചോണ്ട് വരും. ചിലപ്പോ ഉണ്ടെങ്കിൽ അവൻ വിളിച്ചോണ്ട് വരും. 5 വയസ്സൊക്കെ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ മാറ്റി കിടത്തേണ്ടതല്ലേ അമ്മയുടെ അല്ല ഇപ്പൊ അങ്ങനെ ചേട്ടനാ പറയുന്നത്. കാരണം ഇവർ ഒന്നിച്ചല്ല കിടക്കുന്ന സന്ധ്യ കിടത്തി ഉറക്കുന്നുള്ളത് ഇപ്പൊ ആദ്യത്തെ അറിവാണ്. എന്നോട് സുഭാഷ് പറഞ്ഞ ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊച്ചുങ്ങളെ കാര്യത്തിൽ ഓർമ്മത്തിൽ നിങ്ങൾ ഉണ്ടാക്കും. അത് ആരോടാ പറയുന്നത്? ഞാൻ അവളോട് കൊച്ചിനോട് മോളോടോ? ഈ സന്ധ്യ കൊച്ചില്ലേ കല്യാണിയോട് പറയും. നീ ഓർമ്മത്തിൽ കൊണ്ടോടി ഇവിടെ 2 പേരുണ്ട്. ഓർമ്മത്തിലുണ്ട് ഒരു മാമൻ കൊടുത്ത് നീ പറയും മാമൻ കുടിക്കും. ഓർമ്മ ഇതിനും കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ പറയണ. അവളിപ്പോഴും മുല പിടിച്ചാ കിടക്കുന്നത്. മുല പിടിച്ചാ കിടക്കണ സുഭാഷൊക്കെ പറഞ്ഞേ. അത് കാരണം ഞങ്ങളൊന്ന് പറയാൻ കാരണം അവളെപ്പോ എന്നാ പറയും? കല്യാണി എന്നാ പറയാ? അപ്പൊ കല്യാണി തരില്ല. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു. അതിന്റെ അവളെ പറയും തരില്ല. മുലൂടി മാറിയൊന്നും നമുക്കറിയാൻ പാടാ. ഇതിപ്പോ ഒരു ദിവസം ആവണല്ലോ. ഇന്നലെ ആയി. ഇന്നലെ പരിപാടിയൊക്കെ നടത്തായിരുന്ന ഈ സാധാരണ കാരണം ഒന്നും നടത്തില്ല. എന്റെ പണിയൊക്കെ ബെൻഡിങ്. അടുത്ത കുടുംബത്തിൽ ഇങ്ങനെ കണ്ണീര് കിടക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.